ആദ്യത്തെ കൈലാസയാത്ര പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലെവിടെയും ആ ഒരു തീവ്രമായ ഭക്തിയുണ്ട്. പക്ഷെ തീവ്രമായ ഭക്തി അല്ലെങ്കിൽ ഈശ്വരനിൽ തന്നെ നമ്മൾ സമർപ്പിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് അനുഭവങ്ങളില്ല. ഭക്തിയുണ്ട്, അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2004 തുടങ്ങിയ പ്രോഗ്രാം 2012 ആകുമ്പോഴേക്കും അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പറഞ്ഞ അമ്പലങ്ങൾ, അത്രയും അമ്പലങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും എന്താണ് ഭക്തി അല്ലെങ്കിൽ എന്താണ് സമർപ്പണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച യാത്രയായിരുന്നു 2012 കൈലാസയാത്ര. മാനസരസിൻ്റെ തീരത്തെത്തുന്നതിൻ്റെ തലേ ദിവസം വരെ, മാനസരസിൽ നമ്മൾ നാളെയാണ് എത്തുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി വരെ അത് ഒരു മോചിത എന്ന് പറയുന്ന അവാർഡുകൾ വാങ്ങിയ അല്ലെങ്കിൽ ടെലിവിഷനിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മോർണിംഗ് ഷോ ചെയ്യുന്ന ഒരാൾ നടത്തിയ യാത്രയാണ്. പക്ഷേ ആ രാത്രി മുതൽ അതങ്ങനെയായിരുന്നില്ല, അത് മാറുന്നുണ്ടായിരുന്നു. അതായത് ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആ വ്യക്തി കണ്ണുകളടയ്ക്കുമ്പോഴൊക്കെ അപാരമായൊരു നീലിമ മുന്നിൽ കാണുക. മനസ്സരിച്ച് കണ്ടിട്ടില്ല, പക്ഷേ അപാരമായൊരു നീലിമ മുന്നിൽ കാണുക, അപാരമായതും അനന്തമായുമായൊരു നീല ഹോണ്ട് ചെയ്യുക നമ്മളെ, വല്ലാതെ ഇങ്ങനെ വേട്ടയാടുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തൊരു നീല നമുക്ക് ചുറ്റും. കണ്ണുകൾ തുറന്ന് ആ രാത്രി പുറത്തേക്കിറങ്ങി എന്താണ് ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തതെന്ന് അറിയില്ല. തണുപ്പുണ്ട് വല്ലാതെ. മഡ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. നിലത്ത് ഇങ്ങനെ നിലം ഒക്കെ ഇങ്ങനെ മണ്ണിലാണെന്ന് കിടക്കുകയൊക്കെ. അപ്പോൾ ആ മണ്ണിലിങ്ങനെ കിടക്കുന്ന, അപ്പോൾ ആ തണുപ്പ് കൊണ്ടാണോ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ പലതും. പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാം നീല. പുറത്തേക്കിറങ്ങി കഴിയുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച മുഴുവൻ നീല. ഇതെന്താണ് ഈ നീല എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ എനിക്കൊരു സംശയം തുടങ്ങി, എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ, ഇപ്പോഴും ആ ദിവസം എനിക്ക് വളരെ ഓർമ്മയുണ്ട്. ദിവസം രാവിലെ ബസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ ഒരു ടിബറ്റൻ ഗൈഡ് ഉണ്ട് നമ്മുടെ കൂടെ. ആളിങ്ങനെ മുറി ഹിന്ദിയിലും മുറി ഇംഗ്ലീഷിലുമായിട്ടാണ് കാര്യങ്ങൾ പറയുക. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്ന് നിങ്ങൾ മാനസരസിനെ മാത്രമല്ല കൈലാസവും കാണും. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ വളവുകളുണ്ട്, ആ വളവുകളിലൊന്നിൽ നിങ്ങൾ കൈലാസത്തെ കാണും, ഭാഗ്യമുണ്ടെങ്കിൽ കാണും എന്ന് പറയണം. ഇതിപ്പോഴും ആ പുള്ളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അവിടെ ഇരിക്കുന്ന ആ വ്യക്തിയിലെ ഓരോ വളവുകളും നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം വേറെ ആരും അത് അറിയില്ല. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഇൻഡെപ്തിൽ നമ്മളറിയാതെ ദീർഘമായിട്ടൊരു ആഴമുണ്ടായി വരുന്ന പോലെ, ആഴത്തിൽ എന്തോന്ന് വിങ്ങുന്ന പോലെ നമുക്കിങ്ങനെ തോന്നാം. ഈ ഓരോ വളവ് കഴിയുമ്പോഴും ഹൃദയമിടിപ്പിങ്ങനെ കൂടുന്നു. എന്തിനാണെന്ന് അറിയുന്നില്ല, എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു വളവിങ്ങനെ തിരിയുമ്പോൾ മുന്നിൽ ഞാൻ വ്യക്തമായിട്ട് കൈലാസത്തെ കാണുകയാണ്. ആ വളവിങ്ങനെ തിരിയുന്നതും കൈലാസം കാണുന്നതും അവിടെ ആണ്. ഇന്നീ സംസാരിക്കുന്ന മോചിത ജനിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ വളവിങ്ങനെ തിരിയുമ്പോൾ കൈലാസത്തെ ഇങ്ങനെ മുന്നിൽ കാണുന്നൊരു നിമിഷം, ഈ കണ്ട നിമിഷം ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്. താഴേക്ക് ഇറങ്ങി വലിയ വായിൽ കരഞ്ഞുകൊണ്ട്, അത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓടുന്നത്, കൈലാസത്തിലേക്ക് ഓടുകയാണ്. ആ കരച്ചിലിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഈ യാത്ര ഞാൻ ആഗ്രഹിച്ചില്ലയോ, പക്ഷേ ഈ നമുക്കൊരു കോൾ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും ഇവിടെ നമ്മളിൽ ആന്തരികമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നും അത് വെറും ഒരു മലയല്ല എന്നും, ഈ മഹാദേവൻ്റെ വാസസ്ഥലം എന്നോ അല്ലെങ്കിൽ ഇത്രയും പേര് പോയപ്പോൾ അവർക്ക് എനർജി കിട്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ, അതിനെല്ലാം അപ്പുറത്ത് ആ മലയും ഞാനുമായിട്ടൊരു കണക്ഷനുണ്ട്. അതെൻ്റെ ജന്മജന്മാന്തരങ്ങളുടെ കണക്ഷനാണെന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻറ്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ബ്ലാങ്കായിട്ട്. ആ നിമിഷം തൊട്ട് പിന്നെ എനിക്കങ്ങോട്ട്, ഇപ്പം എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും പറയുന്നത്, ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഫ്ലുവൻ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വാക്കുകൾ വരാതെയായി, പറയാൻ സാധിക്കാതെ, സംസാരിക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ. അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെയോ അതോ തുളുമ്പി പോകുന്ന പോലെയോ ഒരവസ്ഥയിലാണ്. Moksha, Journey to the Self.